വൈദു നെഞ്ചിൽ കൈവച്ച് ശ്വാസം വിട്ടുകൊണ്ട് വണ്ടി നിർത്തി ദേഷ്യത്തോടെ എഴുന്നേറ്റ് കാറിൻ്റെ അടുത്തേക്ക് നടന്നു. കാറിൻ്റെ വിൻഡോയിൽ കൈ തട്ടിക്കൊണ്ട് അവൾ ദേഷ്യത്തോടെ വിളിച്ചു, ആളെ കൊല്ലം നോക്കിയിട്ട് ഒളിച്ചിരിക്കുന്നോ? ഇറങ്ങി വാടോ. കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തിയതും കോ ഡ്രൈവർ സീറ്റിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു. സോറി പെങ്ങളെ, സോറി, ഒന്നും പറ്റിയില്ലല്ലോ. ഇപ്പം ഞാൻ ചത്തേനെ. അല്ല, നിങ്ങളല്ലല്ലോ വണ്ടി ഓടിച്ചത്, ഇയാളല്ലേ? കുന്തം പോലെ ഇരിക്കുന്നത് കണ്ടില്ലേ കൊല്ലാൻ നോക്കിയിട്ട്? ഇറങ്ങി വാടോ. വൈദു രോഷത്തോടെ പറഞ്ഞപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു. വൈദു അവനെ മിഴിച്ചു നോക്കി. ഷർട്ടും ടൈയും കെട്ടി ഫോർമൽ ലുക്കിലാണ് പുള്ളി. പക്ഷെ പാൻറ്റിന് പകരം ഷോർട്സ് ആണ് ഇട്ടിരിക്കുന്നത്. കയ്യിൽ വാച്ചാണെങ്കിൽ തിരിച്ചു കെട്ടിയിട്ടുമുണ്ട്. ഇയാൾ മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്നാണോ ചാടി വന്നത്? വൈദു പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൻ കലിപ്പോടെ അവളെ നോക്കി. അല്ലടി, നിന്റെ കുഞ്ഞമ്മ പറ്റ ഹോസ്പിറ്റലിൽ നിന്ന്. വൈദുവിൻ്റെ ചിരി സ്വിച്ച് ഇട്ടതുപോലെ നിന്നു. താൻ ആള് കൊള്ളാലോ, കൊല്ലാൻ നോക്കിയിട്ട് ഡയലോഗ് അടിക്കുന്നോ? നിനക്കൊന്നും പറ്റില്ലല്ലോടി കുരുപ്പേ. പിന്നെ റബ്ബർ പോലെ തെറിക്കാതെ പോകാൻ നോക്ക്. നിനക്ക് രാവിലെ കുടിക്കാൻ റബ്ബർ പോലാണോ വീട്ടിൽ തരുന്നത്? ഡാ, ഒന്ന് നിർത്ത്. കുട്ടി, തനിക്കൊന്നും പറ്റിയില്ലല്ലോ. ഒരു പട്ടി കുറുകെ ചാടിയപ്പോൾ കയ്യിൽ നിന്ന് പോയതാ. സോറി, ഒരു ഇഷ്യൂ ആക്കരുത്. വൈദുവിനെന്തോ അവനോട് പാവം തോന്നി. സോറി ചേട്ടാ, കുഴപ്പമില്ല. ഇയാൾക്ക് പോകുന്ന വഴി ഒരു പാൻറ് വാങ്ങിക്കിടക്ക്, ഞാൻ നിർത്തിക്കാതെ. വൈദു അത് പറഞ്ഞു പോയപ്പോഴാണ് അവൻ സ്വയം നോക്കിയത്. അയ്യേട്ട കോപ്പേ, നീ കണ്ടില്ലേ ഇത്? അവൻ ഓടി കാറിൽ കയറിയിരുന്നു. ഇനി എൻ്റെ നെഞ്ചത്തോട്ട് കയറ്. ഇന്നലെ മൊത്തം വലിച്ചു കയറ്റി ബോധമില്ലാതെ കിടന്നും പോരാ. ഛീ, മോശം. ആ പെണ്ണിൻ്റെ മുമ്പിൽ നാണം കിട്ടും. അവൻ തല ചൊറിഞ്ഞുകൊണ്ട് സ്റ്റിയറിങ്ങിൽ അമർത്തി പിടിച്ചു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ബാഗ് വേറെയും ഡ്രസ്സുണ്ടല്ലോ, പോകുന്ന വഴിക്കിടാം. അവൻ അതും പറഞ്ഞ് അവനെ നോക്കി ചിരിച്ചു. വൈദുവിനെ കാത്തുനിന്ന സഞ്ജുവും മനുവും അവളെ അതിശയത്തോടെ നോക്കി. ഈശോയെ, എന്നതാ ഈ കാണുന്നേ? വണ്ടിയിലൊക്കെ വരുന്നു. അനു താടിക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. അതെന്താ, വണ്ടിയിൽ വരുന്നവരെ നീ കണ്ടിട്ടില്ലേ? സഞ്ജു പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അനു അവൻ്റെ കാലിനിട്ടൊരു ചവിട്ട് കൊടുത്തു. പക്ഷെ വണ്ടി ഒതുക്കി വെച്ച് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ വരുന്നവളെ കണ്ട് രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എന്താടി, നിന്റെ എക്സ് ഭർത്താവിനെ കണ്ടോ? സഞ്ജു അവളെ നോക്കി ചോദിച്ചു. ഇത് വേറൊരു കുരിശ്. മനുഷ്യൻ്റെ കോൺഫിഡൻസ് കളയാനായിട്ട് കയറി വന്നോളൂ, വൈദു ദേഷ്യത്തോടെ പറഞ്ഞു. ആരടി, എന്താ സംഭവം? അത് വരുന്ന വഴിക്ക് ഒരുത്തെ ലെക്കും ബ്രേക്കും ഇല്ലാതെ കാറ് കൊണ്ടിടിക്കാൻ വന്നു. എന്നിട്ട് അവൻ്റെ ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡ് തേണ്ടി. ഉറഞ്ഞു തുളന്ന വൈദുവിനെ രണ്ടുപേരും ചൂഴ്ന്നു നോക്കി. കാര്യം എന്താണെന്ന് തെളിച്ചു പറടി, സഞ്ജു ചോദിച്ചപ്പോൾ വൈദു എല്ലാം അവരോട് പറഞ്ഞു. കൊള്ളാം, ആരടി പുള്ളി? എനിക്ക് അവരുടെ ജാതകമൊന്നും അറിയില്ല. അന്നേരത്തെ ദേശത്തിന് എന്തൊക്കെയോ വായി തോന്നി വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ ഇനി പോന്നു. എന്നാലും പാൻറ് പോലും ഇടാതെ രാവിലെ എവിടെയാണോ ധൃതിയിൽ ഓടുന്നത്? കൂടെ ഇട്ടായിരുന്ന ചേട്ടൻ പാവ, അയാളെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. കൊള്ളാം, നിന്റെ ഉള്ളിലെ പഴയ കലിപ്പത്തിയെ കാണാൻ പറ്റിയല്ലോ, അതിന് അയാളോട് നന്ദി പറയണം, അനു ചിരിയോടെ പറഞ്ഞു. വൈദു ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ശരിയാണ്, അച്ഛൻ്റെ മരണശേഷം വിക്രത്തിൻ്റെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച ശേഷമാണ് താൻ ഒരുപാട് മാറിപ്പോയത്. പോട്ടടി, നിനക്കൊന്നും പറ്റിയില്ലല്ലോ, അനു അവളോട് പറഞ്ഞു. അതൊക്കെ ശരിയാ, പക്ഷെ അയാൾക്കൊരു സോറി പറഞ്ഞൂടെ? അതൊന്നും ചെയ്യാതെ വെറും പട്ടിഷോ ആയിരുന്നു അവിടെ. എവിടെ വെച്ചായാലും ഇനി കാണുമല്ലോ, അപ്പം നല്ലത് പറയണം. ഇനി കാണുമ്പോഴല്ലേ നീ വന്നേ. ജിയം അന്വേഷിക്കുന്നുണ്ട്, എന്തോ ക്യാമ്പിൻ്റെ കാര്യം പറയാനാ. സഞ്ജു അവളുടെ കൈയും പിടിച്ചു നടന്നു. പിന്നാലെ അനുവും. ജിയും ശേഖരൻ അവരെ മൂന്നുപേരെയും നോക്കി. ത്രിമൂർത്തികൾക്ക് 6 ദിവസത്തേക്ക് ഒരു പണി തരുന്നുണ്ട്. മൂന്നുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എന്താ സർ? സഞ്ജു അല്പം പേടിയോടെ ചോദിച്ചു. നാളെ മുതൽ ശാന്തിപുരം ട്രൈബൽ വില്ലേജിൽ നമ്മുടെ ഹോസ്പിറ്റലും VRK ഗ്രൂപ്പും ചേർന്നൊരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾ 3 പേരുമാണ് പോകേണ്ടത്. സഞ്ജു ECG എടുക്കാനും അനുവും വൈദ്യയും ബ്ലഡ് എടുക്കാനും BP നോക്കാനും. ഡോക്ടേഴ്സൊക്കെ VRK ഗ്രൂപ്പാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? GM മൂന്നാളുടെയും മുഖത്തേക്ക് നോക്കി ചോദിച്ചു. സർ, ശാന്തിപുരം ഒരുപാട് ദൂരെയല്ലേ, അപ്പോൾ നമ്മളവിടെ സ്റ്റേ ചെയ്യണ്ടേ? സഞ്ജു ചോദിച്ചു. യെസ്, നിങ്ങൾക്കുള്ള താമസവും ഭക്ഷണമൊക്കെ അവർ റെഡിയാക്കിയിട്ടുണ്ട്. ചന്ദ്രൻ സാറും കൂടി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പിന്നെ വേറൊരു സ്റ്റാഫ്സ് VRK ഗ്രൂപ്പിൽ നിന്നും ഉണ്ടാവും. എക്സ്പീരിയൻസും ക്യാമ്പിന് പോയുള്ള ശീലവും കണക്കിലെടുത്താണ് ഞാൻ നിങ്ങളെ തന്നെ സജസ്റ്റ് ചെയ്തത്. ഞങ്ങൾ പോകാം സർ, വൈദുവാണ് മറുപടി പറഞ്ഞത്. ശരി, അപ്പോൾ ഇന്ന് വൈകിട്ട് 6 മണിക്ക് 3 പേരും ഇവിടെ വരണം. ഇവിടുത്തെ വണ്ടി നിങ്ങളെ അവിടെ എത്തിക്കും. ഇന്നിനി ഡ്യൂട്ടി കയറണ്ട. വീട്ടിൽ പോയിട്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോളൂ. പിന്നെ സഞ്ജുവിൻ്റെ അനുവിൻ്റെ വീട്ടിൽ വിളിച്ച് ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ വൈദേഹി, അദ്ദേഹം ഒന്ന് നിർത്തി അവളെ നോക്കി. ഞാൻ 6 മണിക്ക് മുൻപ് തന്നെ ഇവിടെ എത്താം സാർ, വൈദേഹി ഉറപ്പോടെ പറഞ്ഞു. 3 പേരും ക്യാബിനിൽ നിന്ന് പുറത്തിറങ്ങി. എത്ര ദിവസമായി ഒരു ക്യാമ്പിന് പോയിട്ട്.
നീ പോയതിനു ശേഷം ക്യാമ്പിനൊക്കെ പോകാൻ ഒരു രസമില്ലായിരുന്നു വൈദു. 6 ദിവസം നമുക്കിവിടെ പൊളിക്കണം, സഞ്ജു സന്തോഷത്തോടെ പറഞ്ഞു. കൂടുതൽ ആഹ്ലാദം വേണ്ട സഞ്ജു. നമ്മുടെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ആരുമില്ല. VRK പോലുള്ള വലിയൊരു ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ആകുമ്പോൾ അവർ ഭയങ്കര റൂഡായിരിക്കില്ലേ? ട്രൈബൽ വില്ലേജ് എന്നൊക്കെ പറയുമ്പോൾ അനു ടെൻഷനോടെ പറഞ്ഞു. തേയിലത്തോട്ടത്തിലേക്ക് ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ്. പണ്ട് കോളേജിൽ നിന്ന് അവിടെ ടൂർ പോയിട്ടുണ്ട്. നല്ല സ്ഥലമാണ്. അതാ ഞാൻ പറഞ്ഞത് നമുക്ക് പോയി പൊളിക്കാമെന്ന്. അപ്പോൾ വൈകിട്ട് 6 മണിക്ക് ഞാനിവിടെ ഉണ്ടാവും. പോയിട്ട് വാ. സഞ്ജു ചാടിത്തുള്ളി ബൈക്കിൽ കയറിപ്പോയി. ഇങ്ങനെയൊരു ക്യാമ്പ് ഭ്രാന്തൻ. സഞ്ജു പോയത് നോക്കി അനു പറഞ്ഞു. വൈദു, ഉണ്ണിയമ്മ സമ്മതിക്കുമോ? സമ്മതിക്കും. ആദ്യം അമ്മയോട് ചോദിക്കട്ടെ. വൈദു ഫോണെടുത്ത് രാധികയെ വിളിച്ച് കാര്യം പറഞ്ഞു. രാധിക വൈകിട്ട് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. പോകുന്ന വഴിക്ക് വൈദു അനുവിനെ ബസ് സ്റ്റോപ്പിൽ ഇറക്കിയിട്ടാണ് പോയത്. വൈദു തിരിച്ചു വന്നപ്പോൾ അവൾക്ക് സുഖമില്ലാതെ വന്നെന്നാണ് ഉണ്ണിയമ്മ കരുതിയത്. എന്തു പറ്റി വൈദു? ആദ്യയോടെ ചോദിക്കുന്ന ഉണ്ണിയമ്മയെ നോക്കി വൈദു കണ്ണു ചിമ്മി. ഒന്നുമില്ല ഉണ്ണിയമ്മേ, വൈകിട്ട് ക്യാമ്പിന് പോകണം. അതുകൊണ്ട് വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ സാറ് പറഞ്ഞു. ക്യാമ്പോ? 6 ദിവസത്തെ ക്യാമ്പാണ്. ഞാനും അനുവും സഞ്ജുവും കൂടിയാണ് പോകുന്നത്, ശാന്തിപുരത്ത് വെച്ച്. 6 ദിവസം അവിടെ താമസിക്കാനോ? ഞാനും കൂടി വരാം. അറിഞ്ഞുകൂടാത്ത നാട്ടിൽ, ഉണ്ണിയമ്മ ആദ്യയോടെ പറഞ്ഞു. എൻ്റെ ഉണ്ണിയമ്മേ, മാനന്ദ സാറാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. വേറെയും ആൾക്കാരുണ്ട്. ഉണ്ണിയമ്മ ഇങ്ങനെ പേടിക്കേണ്ട. 6 ദിവസം കഴിഞ്ഞ് ഞാൻ ഇതുപോലെ തന്നെ തിരിച്ചു വരും. വൈദു ഉണ്ണിയമ്മയുടെ കഴുത്തിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. ഒരു വിധത്തിൽ ഉണ്ണിയമ്മയെ വൈദു സമ്മതിപ്പിച്ചു എടുത്തു. ഡ്രസ്സും ബ്രഷും മറ്റു സാധനങ്ങളും ഒക്കെ കൂടി വൈദു എടുത്തു വെച്ചു. 5 മണിയായപ്പോൾ ചന്തു എത്തി. മുഖം കനപ്പിച്ചാണ് വരവ്. പോകുന്നത് ഒട്ടും ഇഷ്ടമല്ല. അറിയാത്ത നാട്ടിൽ എങ്ങനെ ഇനി തനിച്ച്? ഈ ഏട്ടൻ്റെ കാര്യം. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, സഞ്ജു അനു ഇല്ലേ കൂടെ? അവിടെ എത്തിയിട്ട് വിളിക്കണം. രാത്രിയും രാവിലെയും വിളിക്കണം. റേഞ്ച് കുറഞ്ഞ സ്ഥലമാണ്, അതൊക്കെയാ പേടി, ചന്തു ടെൻഷനോടെ പറഞ്ഞു. വിളിക്കാം ഏട്ടാ, ഞാൻ കൊണ്ടുവിടാം. ചന്തു അതും പറഞ്ഞ് കുളിക്കാൻ പോയി. അപ്പോഴേക്കും രാധിക വന്നിരുന്നു. കുറേ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിക്കൊണ്ടായിരുന്നു വന്നത്. കപ്പ് നൂഡിൽസും ഉണ്ട്. അവിടെ എങ്ങനെയുള്ള ഫുഡായിരിക്കുമെന്ന് അറിയില്ലല്ലോ. ഇതൊക്കെ എടുത്ത് ബാഗ് വെച്ചേക്ക്. പിള്ളേർക്കും കൊടുക്കണം കേട്ടോ. വൈദു പുഞ്ചിരിയോടെ രാധികയുടെ മാറിൽ ചാഞ്ഞു നിന്നു. ഞാൻ ടൂറിന് പോകുമല്ലേ, എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ സങ്കടപ്പെടാൻ? പെൺമക്കൾ ദൂരേക്ക് പോകുമ്പോൾ അമ്മമാരുടെ ഉള്ളിൽ തീയാണ്. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. സൂക്ഷിക്കണം കേട്ടോ. അമ്മ കൊണ്ടുവിടാം. സൂക്ഷിക്കാം. പിന്നെ ഏട്ടൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു കുളിക്കാൻ കയറി. രാധിക ഉണ്ണിയമ്മയെ നോക്കി. വൈദു പോകുന്നത് കൊണ്ട് സങ്കടത്തോടെയാണ് നിൽപ്പ്. എങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് വരാം. ചന്തു കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റി വന്നു. ഉണ്ണിയമ്മ അപ്പോഴേക്കും ചായ ഇട്ടിരുന്നു. ചായ കുടിച്ചു കഴിഞ്ഞ് ഉണ്ണിയമ്മയ്ക്ക് ഉമ്മയും കൊടുത്ത് യാത്രയും പറഞ്ഞു വൈദു ഇറങ്ങി. ചന്തുവാണ് കാർ ഓടിച്ചത്. വൈദു രാധികയ്ക്കൊപ്പം പിന്നിലിരുന്നു. ഹോസ്പിറ്റലിലെത്തി ശേഖരൻ സാറിനെ കണ്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു. സഞ്ജുവും അനുവും തയ്യാറായി നിൽപ്പുണ്ട്. ക്യാമ്പിനുള്ള സാധനങ്ങൾ കാറിൻ്റെ ഡിക്കിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ശരി, ഇറങ്ങട്ടെ, ശേഖരൻ അവരോട് പറഞ്ഞുകൊണ്ട് കാറിൽ കയറി. സഞ്ജുവും മനുവും വൈദുവും രാധികയ്ക്കും ചന്തുവിനും ടാറ്റ കൊടുത്തിട്ട് കാറിൽ കയറി. അവർ പോകുന്നത് കണ്ടിട്ടാണ് അവർ തിരിച്ചത്. തൻ്റെ ജീവിതത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കുന്ന യാത്രയാണെന്നറിയാതെ വൈദു ശാന്തിപുരത്തേക്ക് യാത്ര തിരിച്ചു. ക്വാളിറ്റി മാനേജറായ ചന്ദ്രൻ സാറാണ് ക്യാമ്പിൻ്റെ റെപ്രസെൻറ്റേറ്റർ. ചായ കുടിച്ചിട്ട് വാ പിള്ളേരെ. ഒരു തട്ടുകടയുടെ മുന്നിൽ വണ്ടി നിർത്തിയിട്ട് സാർ ഇറങ്ങി. 1.5 മണിക്കൂർ യാത്രയുണ്ട് ശാന്തിപുരത്തേക്ക്. അനുവും വൈദുവും ചെറുതായി മയങ്ങിയപ്പോൾ സഞ്ജു റീൽസ് നോക്കിക്കൊണ്ടിരുന്നു. ഡി വൈദു, അനു, എണ്ണിക്ക്, അങ്ങോട്ട് നോക്കി. സഞ്ജു അവരെ തട്ടിയുണർത്തി. ഉറക്കച്ചടവോടെ കണ്ണു തുറന്ന് വൈദു പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് മഞ്ഞു മൂടിക്കിടക്കുന്ന തേയിലത്തോട്ടങ്ങളും അവയ്ക്കിടയിൽ പൂത്തുവിടർന്ന് കിടക്കുന്ന വാകയും. എന്തു ഭംഗിയാ സഞ്ജു, വൈദു കണ്ണുവിടർത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇവിടെ നല്ല ഭംഗിയാണെന്ന്, ഇപ്പം കണ്ടോ, സഞ്ജു ഗമയോടെ പറഞ്ഞു. 10 മിനിറ്റ് ആയപ്പോൾ സാർ ഒരു വില്ലയിലേക്ക് കാറ് കയറ്റി. VRK പ്ലാന്റേഷൻ എന്നൊരു ബോർഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ മുൻപിൽ ഒറ്റ നിലയിൽ തീർത്ത 4ലധികം വീടുകൾ ഒരേപോലെ വെച്ചിരിക്കുന്നു. ഇവർക്ക് തേയിലത്തോട്ടം ഉണ്ടോ സർ? സഞ്ജു സാറിനോട് ചോദിച്ചു. ഇവർ വലിയ ഗ്രൂപ്പല്ലേ സഞ്ജു, പക്ഷേ മറ്റുള്ള ഉടമകളെ പോലെയല്ല. എല്ലാ വർഷവും തൊഴിലാളികൾക്ക് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്താറുണ്ടവർ. കഴിഞ്ഞ വർഷം വരെ വേറൊരു ഹോസ്പിറ്റലിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അവരുടെ റിപ്പോർട്ടിൽ എന്തോ മിസ്റ്റേക്ക് വന്നപ്പോഴാണ് നമ്മളെ ഏർപ്പാട് ചെയ്തത്. ശ്രദ്ധിച്ച് നിൽക്കണം കേട്ടോ, ഒട്ടും വിട്ടുവീഴ്ച തരില്ല. ഇവർ തെറ്റ് കണ്ടാൽ പ്രതികരിക്കും. സാർ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. 2 പേർ വന്ന് അവരെ വെൽക്കം ചെയ്തു. വരൂ സർ, അവിടെയാണ് നിങ്ങളുടെ സ്റ്റേ സെറ്റ് ചെയ്തിരിക്കുന്നത്. വരൂ. ഒരു ലേഡിയും ഒരു പുരുഷനുമായിരുന്നു അവരെ സ്വീകരിച്ചത്. ക്യാമ്പ് എവിടെ വെച്ചാണ് നടത്തുന്നത്? അത് നമ്മുടെ എസ്റ്റേറ്റ് ഓഫീസിലാണ് സർ. അവിടെയാകുമ്പോൾ തൊഴിലാളികൾക്ക് വരാനും പോകുവാനും ബുദ്ധിമുട്ടില്ല. സാധനങ്ങൾ ഇവിടെ വെച്ചോളൂ. നാളെ ക്യാമ്പിന് ആവശ്യമുള്ളത് കൊണ്ടുപോയാൽ മതി. ഒരു വീട്ടിൽ തന്നെ
3 മുറികളിലായി അവർക്ക് താമസിക്കാനുള്ള സൗകര്യമൊരുക്കി. ഒരു റൂമിൽ വൈദുവും മനുവും, മറ്റു 2 റൂമുകളിൽ സഞ്ജുവും സാറും. വൈദു എത്തിയ ഉടനെ വീട്ടിലേക്ക് വിളിക്കാൻ ശ്രമിച്ചെങ്കിലും റേഞ്ച് ഇല്ലായിരുന്നു. മാഡം, ലാൻഡ് ഫോൺ യൂസ് ചെയ്തോളൂ, അവർ ലാൻഡ് ഫോൺ നോക്കി അവളോട് പറഞ്ഞു. വൈദു രാധികയെ ആദ്യം വിളിച്ചു, പിന്നെ ചന്തുവിനെയും ഉണ്ണിയമ്മയും. അവർ അവരുടെ വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞു. രാധിക ഭക്ഷണവുമായി എത്തിയപ്പോൾ വിക്രം രാധികയെ സൂക്ഷിച്ചു നോക്കി. മാനസപുത്രി എവിടെ തെണ്ടിത്തീയാൻ പോയതാണാവോ? അവൾ എവിടെ പോയാലും അത് നിന്നെ ബാധിക്കുന്ന കാര്യമല്ല വിക്കി. കഴുത്തിലൊരു താലി കെട്ടിയെന്ന പേരിലാണെങ്കിൽ അതും അവൾ തിരികെ തന്നിട്ടുണ്ട്. അവളുടെ കാര്യം ഇനി നീ അന്വേഷിക്കണ്ട. വൈദു ഇപ്പോൾ നിന്റെ ആരുമല്ല, നിയമത്തിന് മുൻപിലും ലോകത്തിന് മുൻപിലും. വിക്രം മറുപടിയില്ലാതെ രാധികയെ നോക്കി. നീ എന്താ വിക്കി കരുതിയത് ഞാനൊരു മണ്ടിയാണെന്നോ? നിന്റെ മനസ്സിലെന്താണെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി. അവളോടുള്ള ആത്മാർത്ഥ സ്നേഹം കൊണ്ടുവരെ നീ അവളെ നിന്റെ ജീവിതത്തിൽ തിരികെ വിളിച്ചത്. നിനക്കുണ്ടായ ദുഷ്പേരും മായ്ച്ചു കളയാൻ ഒരു നാടകം. പക്ഷെ ദൈവം അത് നേരത്തെ മനസ്സിലാക്കി. അതുകൊണ്ടാണല്ലോ ഭഗവാന്റെ മുന്നിൽ വെച്ച് തന്നെ ആ താലിമാല അഴിഞ്ഞു വീണത്. പിന്നെ മറ്റൊരു കാര്യം കൂടി, അവളുടെ വിവാഹം ഉടനെ നടക്കുമെന്ന് പോറ്റി പറഞ്ഞു. ഏതായാലും ഇനിയൊരാൾ അവളുടെ ജീവിതത്തിൽ വന്നാൽ അതൊരിക്കലും നിന്നെപ്പോലെയാകില്ല. ഭക്ഷണം അവിടെ വെച്ചിട്ട് രാധിക ഇറങ്ങിപ്പോയപ്പോൾ വിക്രം പല്ലിഞ്ഞിരിച്ചു. മോശം, എന്നെൻ്റെ ജീവിതത്തിൽ കെട്ടിയെടുത്തോ അന്നു മുതൽ അമ്മ എന്നിൽ നിന്ന് അകന്നു. എന്ത് കൈവശമാണോ അവളും ഇവർക്ക് കൊടുത്തത്? നാശം പിടിച്ച ശ്രേയ കാരണമാണ് പബ്ലിക്കിൻ്റെ മുന്നിൽ അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നത്. പക്ഷെ അശ്വിൻ അതും നശിപ്പിച്ചു. സത്യമെല്ലാം അമ്മയോട് പറഞ്ഞു കൊടുത്തു. അതൊരു കണക്കിന് നന്നായി, അവളെ എടുത്ത് തലയിൽ വെച്ചില്ലല്ലോ, വിക്രം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാനായി കൈ കഴുകാൻ പോയി. ഫ്രഷായി വന്ന ശേഷം വില്ലയിൽ അവർക്ക് കോഫിയും സ്നാക്സും കൊടുത്തു. നല്ല തണുപ്പ് തുടങ്ങിയതിനാൽ വൈദുവും മനുവും സ്വെറ്റർ എടുത്തിട്ടു. സഞ്ജു ഹൂഡി ഇട്ടുകൊണ്ട് സെൽഫി എടുക്കാൻ തുടങ്ങി. മതിയാക്കടാ, ടൂറിന് വന്ന പോലെ അവൻ്റെ ഷോ, അനു കെറിവിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ സഞ്ജു അവളെ പുച്ഛിച്ചു നോക്കി. അതെ, നാളെ ഞാൻ സാമ്പിളുമായിട്ട് തിരിച്ചു പോകും. പിന്നെ ലാസ്റ്റ് ഡേയുടെ തന്നെ നിങ്ങളെ കൊണ്ടുപോകാൻ വരാം. സാറ് പോവുകയാണോ? അപ്പം നമ്മളെങ്ങനെയാ ഒറ്റയ്ക്ക്? സഞ്ജു ചോദിച്ചു. കൊച്ചിയിലെ നമ്മുടെ ബ്രാഞ്ചിലെന്തോ പ്രശ്നം. എനിക്ക് നാളെ തന്നെ തിരിച്ചു പോകണം. ഇവിടെ സേഫാണ് പിള്ളേരെ. VRK ഗ്രൂപ്പിലെ MDയും GMും ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവരുടെ വേറെയും സ്റ്റാഫ്സ് അപ്പുറത്തെ വില്ലയിലുണ്ട്. 10ലധികം സ്റ്റാഫ്സ് ഉണ്ട് എല്ലാവരും കൂടി. പിന്നെ 500-ൽ കൂടുതൽ തൊഴിലാളികളുമുണ്ട്. അവർക്കെല്ലാം ECG എടുക്കണോ? ഞാൻ ഒറ്റയ്ക്ക്? സഞ്ജു മിഴിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒറ്റയ്ക്കല്ല, 2 ECG മെഷീൻ ഉണ്ട്. ഒരു ദിവസം 150 അടുപ്പിച്ച ആളുകളെ വരൂ. അതിൽ എല്ലാവർക്കും എടുക്കണ്ട. VRK ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ടെക്നീഷ്യൻ കൂടിയുണ്ട്. പിന്നെ ഉച്ചയാകുമ്പോൾ സാമ്പിൾ എടുക്കാൻ ആൾ വരും. എല്ലാം പാക്ക് ചെയ്ത് കൊടുത്തു വേണം. 2 മണി വരെ ക്യാമ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങാം. അതുപോലെ. അത് കേട്ടപ്പോൾ 3 ആളുടെയും മുഖം തെളിഞ്ഞു. സർ, MD വന്നിട്ടുണ്ട്. ഒരു സ്റ്റാഫ് വന്ന് പറഞ്ഞപ്പോൾ സാറ് സംസാരം നിർത്തി തിരിഞ്ഞു നോക്കി. വാ പിള്ളേരെ, പോയി സംസാരിച്ചിട്ട് വരാം. സാർ അതും പറഞ്ഞ് മുന്നേ നടന്നു. പിന്നാലെ അവർ 3 പേരും. തൊട്ടു മുന്നിലുള്ള വില്ലയിലേക്കാണ് സ്റ്റാഫ് അവരെ കൂട്ടിക്കൊണ്ടുപോയത്. 60 വയസ്സ് അടുപ്പിച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ കോഫി കുടിച്ചുകൊണ്ട് ഫയൽസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വരൂ ചന്ദ്രമോഹൻ, അദ്ദേഹം സ്വാഗതം ചെയ്തു. ഇരുവരും ഹഗ് ചെയ്തുകൊണ്ട് പരസ്പരം കൈകൊടുത്തു. സുഖമാണ് സർ. ആണോ എന്ന് ചോദിച്ചാൽ അല്ലടോ. ഹൃദയം ചെറുതായിട്ടൊന്ന് പണി മുടക്കി. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു. സോ ഞാൻ എൻ്റെ ബിസിനസ് മുഴുവൻ എൻ്റെ 2 ആൺമക്കൾക്കും കൂടി കൈമാറി ഇന്നലെ. അയ്യോ, ഇപ്പം എങ്ങനെയുണ്ട് സർ? പൂർണ്ണമായ റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. ഇനിയുള്ള കാലം വിശ്രമത്തിനുള്ള സമയമാണ്. ഇതെൻ്റെ അവസാനത്തെ ഉത്തരവാദിത്വമാണ് ചന്ദ്ര. ഇനി എൻ്റെ മക്കളാണ് എല്ലാ കാര്യവും നോക്കുന്നത്. ഒന്നും അറിഞ്ഞിരുന്നില്ല സാർ. അവർക്ക് ബിസിനസ്സിൽ താല്പര്യമില്ലെന്നല്ലേ ഒരിക്കൽ സാറ് പറഞ്ഞത്? ഇപ്പോഴും അതെ. പക്ഷേ എൻ്റെ അവസ്ഥ കണ്ട് അവർ തീരുമാനം മാറ്റി. ബാംഗ്ലൂരിൽ നിന്ന് ഇന്നലെ എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിളിക്കാടോ. ഇനി അവരല്ലേ എല്ലാം നോക്കേണ്ടത്. അദ്ദേഹം ഫോൺ എടുത്ത് കോൾ ചെയ്തു. ഇങ്ങോട്ട് പോകുന്നുള്ളൂ 2 ആളും. അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് അദ്ദേഹം പുഞ്ചിരിയോടെ അവരെ നോക്കി. ഇവർ ഹോസ്പിറ്റലിലെ കുട്ടികളാ സർ. എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള 3 പേർ ഇവരാണ്. ഇത് സഞ്ജയ്, അനാമിക, പിന്നെ വൈദേഹി. അദ്ദേഹം 3 പേരെയും പരിചയപ്പെടുത്തി. സഞ്ജയ് ECG ടെക്നീഷ്യനാണ്. അനുവും വൈദേഹിയും ലാബ് ടെക്നീഷ്യൻസും. 3 പേരും അദ്ദേഹത്തെ നോക്കി ചിരിച്ചു. അദ്ദേഹവും തിരികെ അവരെ നോക്കി പുഞ്ചിരിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞ് 2 ചെറുപ്പക്കാർ അവിടേക്ക് വന്നു. അനുവിനോട് തിരിഞ്ഞു നിന്ന് എന്തോ സംസാരിച്ചു കൊണ്ട് നിന്ന വൈദു അവരെ ശ്രദ്ധിച്ചില്ല. ആഹാ, എത്തിയല്ലോ. MDയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ വൈദു മിഴിഞ്ഞ കണ്ണുകളോടെ അവരെ നോക്കി. എന്നാൽ അവർ അവളെ ശ്രദ്ധിച്ചിരുന്നില്ല. ഇതെൻ്റെ മൂത്ത മകൻ ഹിരൺമയി രാമകൃഷ്ണൻ. ഇത് ഇളയാള് വിക്രം രാമകൃഷ്ണൻ. വൈദു പകപ്പോടെ അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവളുടെ മുഖത്തെ ഞെട്ടൽ കണ്ട് സഞ്ജുവും മനുവും അവളെ സംശയത്തോടെ നോക്കി. വൈദു, എന്തു പറ്റി? സഞ്ജു, ഞാൻ രാവിലെ പറഞ്ഞില്ലേ അവരാ ഇവർ.
വൈദു വിറയലോടെ പറഞ്ഞു. ആഹാ, അടിപൊളി. സഞ്ജുവിന് ഒരു ചിരി വന്നു. അനു അവനെ നോക്കി കണ്ണു കൂർപ്പിച്ചു. ഒരു വിക്രം പോയപ്പോൾ അടുത്ത വിക്രം. എൻ്റെ വൈദു, നീ റെയർ പീസ് ആണല്ലോടി. സഞ്ജു പറഞ്ഞപ്പോൾ അനു അവൻ്റെ കാലിനിട്ടൊന്ന് ചവിട്ടി. അവനറിയാതെ ശബ്ദമുണ്ടാക്കിയപ്പോൾ അവരൊക്കെ തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് അവരും വൈദുവിനെ കാണുന്നത്. അവർക്കും അതേ പകപ്പായിരുന്നു. എടയേട്ടാ, ഇതവളല്ലേ രാവിലെ റബ്ബർ പോലെ തെറിച്ചിട്ട് പോയവൾ? വിക്രം ഹിരൺമയിൻ്റെ ചെവിയിൽ പറഞ്ഞു. ആ കൊച്ചു തന്നെയാ. പക്ഷെ ഇവിടെ എങ്ങനെ? മനു, ഇവരാണ് ക്യാമ്പിന് വന്ന കുട്ടികൾ. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇവർക്ക് പറഞ്ഞു കൊടുക്കണം, ഹിരൺമയോട് അദ്ദേഹം പറഞ്ഞു. അവൻ തലകുലുക്കി സമ്മതിച്ചു. എങ്കിൽ ഇപ്പം തന്നെ പറഞ്ഞു കൊടുത്തോളൂ. ഞാൻ എൻ്റെ സുഹൃത്തിനോട് പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടെ. രണ്ടുപേരും പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ അവർ 5 പേരും പുറത്തേക്കിറങ്ങി. വൈദുവിന് ദേഹമാകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആരാണെന്നറിയാതെയായിരുന്നല്ലോ രാവിലെ ഉടക്കിയത് എന്നോർത്തപ്പോൾ അവൾ അനുവിൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. എടോ, താനല്ലേ രാവിലെ? ഹിരൺമയി വൈദുവിനോട് ചോദിച്ചു. ഇതവളാണ് സർ. സഞ്ജു ചാടിക്കയറി പറഞ്ഞപ്പോൾ വൈദു അവനെ കലിപ്പോടെ നോക്കി. സോറി കേട്ടോ, സത്യം പറഞ്ഞാൽ അച്ഛൻ വിളിച്ച് ഇവിടേക്ക് വരാനുള്ള ധൃതിയിലായിരുന്നു ഞങ്ങൾ. അതുകൊണ്ടായിരിക്കില്ലേ സാർ പാൻ്റ് ഇടാൻ മറന്നുപോയത്? സഞ്ജു ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ വിക്രം വൈദുവിനെ ദഹിപ്പിച്ചു നോക്കി. വൈദു ആകെ ഉരുകിപ്പോയി. അനു സഞ്ജുവിൻ്റെ പുറത്തിനിട്ട് അവർ കാണാതെ ഒരിടി കൊടുത്തു. നിനക്കിവരോട് പറഞ്ഞു കൊടുക്കാൻ വേറൊന്നും കിട്ടിയില്ലേ ഫൂൾ? അവൻ വൈദുവിനോട് കയർത്തപ്പോൾ വൈദു ഉമ്മിനീർ വിഴുങ്ങി അവനെ നോക്കി. ഇവരോട് നീ തന്നെ പറഞ്ഞു കൊടുക്കുക, ഞാൻ റൂമിലുണ്ടാവും. അവൻ ഹിരൺമയോട് പറഞ്ഞിട്ട് ചവിട്ടിക്കുലുക്കി കൊണ്ട് നടന്നുപോയി. സർ സോറി, നിങ്ങൾ ആരാണെന്ന് അറിയാതെ ഞാൻ സോറി. വൈദു അവനോട് പറഞ്ഞു. ഏയ് സോറി ഒന്നും വേണ്ടടോ, തെറ്റ് ഞങ്ങളുടെ ഭാഗത്താണ്. തനിക്ക് വല്ലതും പറ്റിയിരുന്നെങ്കിലോ? അത് വിട്. വിക്രം അങ്ങനെയാണ്, ഭയങ്കര ദേഷ്യം അവന്. കുട്ടിയുടെ പേരെന്താ? ഇവൾക്ക് 2 പേരുണ്ട് സർ, വൈദേഹിയും ഉർവശിയും. സഞ്ജു പറഞ്ഞപ്പോൾ അവൻ അതിശയത്തോടെ അവളെ നോക്കി. ഒഫീഷ്യൽ നെയിം ഉർവശി പത്മനാഭൻ. നൈസ്. നിങ്ങളുടെയോ? സഞ്ജയ് അനാമിക. സഞ്ജു എന്നും അനു എന്നും വിളിക്കും. ഹിരൺമയ് ചിരിച്ചുപോയി. സഞ്ജു നല്ല വൈബാണല്ലോ. അല്ലേലും 3 പേരുടെ ഗ്യാങ് വല്ലാത്തൊരു ഫീലാണ്. നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. പിന്നെയും അവർ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടാണ് അവരുടെ റൂമിലേക്ക് പോയത്. ഓഫീസ് റൂമായിരുന്നു. അവിടെ എത്തിയപ്പോൾ വിക്രം ഫയൽസ് നോക്കി ഇരിക്കുന്നുണ്ട്. എടി അനു, ഇനി ഇയാളാണോ വൈദുവിൻ്റെ ശരിക്കുമുള്ള വിക്രമാദിത്യൻ? ഈ കഥയിലൊക്കെ പോലെ ആദ്യം അടി, പിന്നെ പ്രണയം, കല്യാണം, അങ്ങനെയാണോ? സഞ്ജു അവൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു. പേരിൽ എന്തിരിക്കുന്നു സഞ്ജു? ഇവരൊക്കെ വലിയ ആൾക്കാരല്ലേ. വൈദുവോ സാധാരണ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ മകൾ, പോരാത്തതിന് 2ാം കെട്ടും. ഇനി അയാളുടെ വിവാഹം കഴിഞ്ഞെങ്കിലോ? വൈദുവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളല്ലേ. വിക്രത്തെ പോലൊരു ആക്ടറിൻ്റെ ഭാര്യയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് അവർക്കറിയില്ലല്ലോ. ആ വൃത്തികെട്ടവൻ്റെ കാര്യം നീ പറയരുത്. വൈദു ഇപ്പോൾ അയാളുടെ ആരുമല്ല, സഞ്ജു ദേഷ്യത്തോടെ പറഞ്ഞു. പക്ഷെ അനുവിൻ്റെ മനസ്സിൽ ആശങ്കയായിരുന്നു. നല്ലതു മാത്രം സംഭവിക്കണേ എന്നവൾ പ്രാർത്ഥിച്ചു.